എന്ത് തോന്നി? നല്ല സിനിമ, അതിൽ അഭിനയിച്ച ആളാ. ഇയാളുണ്ട്. തിയേറ്ററിലെ കണ്ടപ്പോ എന്ത് തോന്നി? കണ്ടപ്പോ സന്തോഷം തോന്നി. തിയേറ്ററിൽ കണ്ടപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്, മേലെയാണ്. അഭിനയിച്ചവരല്ല, ആസ് എൻ ഓഡിയൻസ് ആയിട്ട് നോക്കുമ്പോ പടം സൂപ്പർ ഹിറ്റ്. ഇതൊരു വെറും രാഷ്ട്രീയ ഒരു കഥ ഇതുമല്ല, പടമായിട്ട് തള്ളാൻ പറ്റൂല. ഒരു ഫാമിലി പടം. ഫാമിലിയുടെ ഉണ്ട്, മീഡിയാസിന്റെ ഒരു ചെറിയ പരിപാടികളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മേഖലയുടെ ഈ പടം കിടക്കുന്നു. അതെല്ലാം കൂടി ഒത്തുകൂടിയാണ്. ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചിട്ടുള്ളതാണ്, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള കഥയാണ് എന്നുള്ള. ഉമ്മൻചാണ്ടിയെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല, പറയാൻ പറ്റില്ല. പക്ഷെ ആണ് പടം കാണണം, കണ്ടാലറിയാം. വലിയൊരു ക്യാൻവാസിലുള്ള പടമല്ലോ, ഞങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം. വലിയൊരു ക്യാൻവാസ്. ഉണ്ണിച്ചേട്ടൻ്റെ തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ക്രൗഡ്, പ്രത്യേകിച്ച് ജൂനിയേഴ്സിനൊക്കെ ഒരുപാട് ആൾക്കാർ ഉൾക്കൊള്ളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പടം ന്യൂഷേട്ടൻ്റെ കയ്യിൽ വരാന്ന് പറയുമ്പോൾ എളുപ്പമല്ല. ഞങ്ങൾ അഭിനയിച്ച ബാക്കിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അതിന്റെ എഫേർട്ട് ഒക്കെ അറിയാം. ഈ പടത്തിന്റെ ഒരു എഫേർട്ട്. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സെറ്റിലുണ്ടായിരുന്ന 3 പേര് ഒരു മാസം തിരുവനന്തപുരത്ത്. ഈശ്വർ സാറിന് ഇത്രയും നാളത്തെ സിനിമകളിലായിട്ട് ഭയങ്കര വ്യത്യസ്തമാണ്. അഭിനയിച്ച ആൾക്കാരല്ല. ബാലേന്ദ്രമേനോന്റെ പി ആയിട്ടും പിന്നെ നിവിൻ പോളിയുടെ പി ആയിട്ടും എന്താ പറയുക, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ആ എഴുത്തും അതുപോലെ തന്നെ ആ ഒരു പടത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്. എങ്ങനെയുണ്ടായിരുന്നു കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ? കാരണം ഒരുപാട് എക്സ്പെക്ടേഷൻസാണല്ലോ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ കണ്ടിറങ്ങി കഴിഞ്ഞു? വളരെ സന്തോഷം ചേട്ടാ. ഞാൻ ഇതുവരെ ഫുൾ സ്ട്രെച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. അത് പ്രേക്ഷകരിലേക്കും കൂടി എത്തി, അവരും കൂടെ ആ സ്നേഹം തരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഇത് കാണുന്ന പ്രേക്ഷകരും കൂടെ ഹാപ്പി ആകുമ്പോഴേ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആവുള്ളൂ. ഇതുവരെയുള്ള എല്ലാ മൊമെന്റ്സിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹരിസ് ലശോന്റെ തൊട്ട് നിവിൻ പോളി ഷറഫുദ്ദീൻ വരെയുള്ളവരിനൊപ്പമാണ് അഭിനയിക്കുന്നത്. ആ ഒരു ടെൻഷൻ പോയിന്റ് എങ്ങനെയാണ്? വാഹനം മാറ്റി കൊടുക്കേണ്ടതാണ്. KL42D4787 ഹോണ്ടായി ദയവ് ചെയ്ത് ഈ വാഹനം മാറ്റി കൊടുക്കേണ്ടതാണ്. ദയവ് ചെയ്ത് ഷോ കഴിഞ്ഞവര് വാഹനത്തിന്റെ അടുത്ത് ചെന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം മാറ്റി കൊടുക്കേണ്ടതാണ്. ഞാൻ തന്നെ ബ്രേക്ക് ചെയ്തൊരു സാധനമുണ്ട്. മറ്റേ ഷൂട്ട് നടക്കുന്നതിനിടയ്ക്ക് ഞാൻ ഗ്രീൻ സിഗ്നലിന്റെ സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്തു. ആക്ച്വലി എല്ലാവരും വിചാരിച്ച് തീർന്നു എൻ്റെ കാര്യം, കാരണം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അത്രയും തിരക്കല്ലേ. അങ്ങനെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഉണ്ട് ഓർത്തെടുക്കാനായിട്ട്. അങ്ങനെ അല്ലാതെ എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി സാർ ഒരു 10 ദിവസം മുന്നേ തന്നെ സാറിൻ്റെ ഓഫീസിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ചേട്ടന്മാരുടെ കൂടെയൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ അവരായിട്ട് കംഫർട്ടബിളായി. ഷൂട്ടിംഗ് സെറ്റിൽ എത്തുമ്പോൾ സമയത്ത് തന്നെ എല്ലാവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബോണ്ട് തന്നെയാണ് സിനിമയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ ഇന്നത്തെ കാലത്തേനും കുറച്ച് നടന്ന കാര്യം പൊളിറ്റിക്കലേക്ക് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഹീറോയിൻ പൊളിറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സിനിമകളിൽ അഭിനയിക്കാൻ ഒരു ടെൻഷനുണ്ട്. കാരണം എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസ് വരും, അങ്ങനെ ഒരു ടെൻഷൻ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ആക്ച്വലി ഉണ്ടായിരുന്നില്ല ചേട്ടാ. കാരണം ഒന്ന്, ഇവരാണ് എന്നെ സെലക്ട് ചെയ്യണത്, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സിനിമയല്ല ഇത്. അതായത് ഓഡീഷൻ വഴി സാറാണ് എന്നെ സെലക്ട് ചെയ്യണത്. 2 സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്ക് സാർ ഇതിലൊരു ആരെയും ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി സിനിമയെ ഒരു മാധ്യമമായിട്ട് സാർ ഉപയോഗിച്ചു. അതിലും ഫിക്ഷനാണ് ഇത് മെയിൻലി. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കുറേ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇത് ഫിക്ഷനായിട്ടല്ലേ തോന്നിയത്. ഇപ്പോൾ ഇത്തരം ആക്ടേഴ്സിനെ കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ പഴയ തലമുറയുണ്ട്, പുതിയ തലമുറ, നിവിൻ ചേട്ടനെ പോലുള്ള പുതിയ തലമുറ അല്ലെങ്കിൽ അശോകൻ, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഈഗർലി ലേൺ ചെയ്തൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഇതിൽ മെയിൻലി പറയാനുള്ള ടൈം ഉണ്ടല്ലോ. കറക്റ്റായിട്ട് അവർ സെറ്റിൽ വരാം, കറക്റ്റ് സമയത്ത് ഷോട്ട് റെഡി ആകുമ്പോൾ അവരുണ്ടാവും എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഇത്ര വർഷമായിട്ട്. പിന്നെ 1:30 ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ഉണ്ണി സാർ ബ്രേക്ക് തരും. അപ്പോൾ നമ്മൾ ചോദിക്കും സാർ കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാമെന്ന് പറയുമ്പോൾ സാർ പറയും ഇവിടെ ഒരുപാട് പേര് മരുന്ന് കഴിക്കുന്നവരുണ്ട്. ആർട്ടിസ്റ്റ് മാത്രമല്ലല്ലോ ഒരു സിനിമ. നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന ചേട്ടനുണ്ട്, നമുക്ക് ഡ്രൈവർ ചേട്ടന്മാരുണ്ട്. ഇവരൊക്കെ കൂടെ അടങ്ങിയിട്ടുള്ളതാണ് സിനിമ, അവർ മുന്നിലേക്ക് വന്നില്ലെങ്കിലും. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്രേക്ക് ടൈം കറക്റ്റായിരുന്നു.
അപ്പോൾ സ്വന്തം ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറിൻ്റെ പ്രൊഡക്ഷനിലുള്ള സിനിമയാണ്. അങ്ങനെ അല്ല സാർ ഇതിനെ ട്രീറ്റ് ചെയ്തത്. നമ്മളെ സാഹചര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്, അതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ത്രൂ ഔട്ട് ഷൂട്ടിംഗ് ഉണ്ടായത്. മതിയോ? താങ്ക് യു. ആ മൂവി കണ്ടു. ഒക്കെ പൊളിറ്റിക്കൽ ഒരു സ്റ്റോറിയാണ്. എങ്ങനെയാണ് മാധ്യമങ്ങളും പൊളിറ്റിക്സും കോർപ്പറേറ്റും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റോറിയാണിത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാർ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി ആണെങ്കിലും ബാലേന്ദ്ര മേനോൻ ഒരുപാട് നാൾ മുമ്പ് കുറേ നാളായി സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ല സ്റ്റോറി, നല്ല സിനിമ. ഒരു ഇടത് സർക്കാരിനെ കുറിച്ചുള്ള ഒരു കഥയാണ് എന്ന് റൂമർ ഉണ്ടായിരുന്നു നേരത്തെ. ഇടത് സർക്കാർ ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണ് ഇത് എന്നുള്ളത്. ഇവിടെ കുറേ നാൾ മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണല്ലോ അത്. കറക്റ്റ് അത് നമ്മളെല്ലാം മാധ്യമങ്ങളും ആൾക്കാരും എല്ലാം സമൂഹം എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്ത തന്നെയാണ്, സത്യവാദന. അതിനെ ബേസ്ഡായിട്ട് പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, താങ്ക് യു. റോള് കൈകാര്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി അടിപൊളി ചെയ്തിട്ടുണ്ട്. സർവമായൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ശക്തമായൊരു കഥാപാത്രം. ഷറഫുദ്ദീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിവിൻ പോളിയും എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയ റോളുകൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് ഡിഫറൻസ് നടക്കുന്ന കുറച്ച് നാൾ മുമ്പ് നടന്ന രാഷ്ട്രീയമായിട്ടുള്ളൊരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി. അഭിനയിച്ച് എന്ത് തോന്നി കണ്ടപ്പോൾ സ്ക്രീനിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ഷറഫുദ്ദീൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. എൻ്റെ പേര് ആശാദേവി. അപ്പോൾ അങ്ങനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. സിനിമ ഞാനും മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പേഴ്സണലി എന്ത് തോന്നി ഫിലിം കണ്ടിട്ട് ആസ് എൻ ഓഡിയൻസ് ആയിട്ട്? നമുക്ക് മറ്റ് കേരളത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആസ് എൻ ഓഡിയൻ ഇറ്റ്സ് വെരി ഗുഡ്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തിയേറ്ററിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് അധികം അറിയാൻ പറ്റിയില്ല. ഞങ്ങൾ മുകളിലായിരുന്നു. അത് ഇനി വരട്ടെ, ഇന്ന് റിലീസല്ലേ, അപ്പം ആളുകൾ പറയട്ടെ. എനിക്കറിയില്ല, ബേസിക്കലി എനിക്കറിയില്ല. അതൊരു ഇപ്പം ഞാനും കുറച്ച് കേട്ടു, അങ്ങനെ അതിനെല്ലാം എതിർത്ത് തന്നെയാണ് എല്ലാവരും സംസാരിച്ചത്. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി അറിയില്ല. അതിനെപ്പറ്റി കാര്യമായി പറയാൻ സാധിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അതിനുള്ള തിരക്കും. ഇതപ്പോൾ പടം കണ്ടിറങ്ങിയുള്ളൂ. പ്രതിച്ഛായ നമ്മുടെ നിവിൻ ചേട്ടൻ്റെ അതിഉഗ്രം പെർഫോമൻസ്. ഇപ്പോൾ റിയൽ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ സാർ ചെയ്തു വെച്ചത്. ഷറഫുദ്ദീൻ ആയിക്കോട്ടെ, നിവിനായിക്കോട്ടെ, പിന്നെ ബാലേന്ദ്ര മേനോൻ ഇപ്പോൾ ഒരു തിരിച്ചുവരവ്, അതൊരു വമ്പൻ തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. അത്രയും നല്ല അടിപൊളി പെർഫോമൻസാണ്. ഞാനും അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്, ഒരു ചായക്കടക്കാരനായിട്ട് ഷറഫുദ്ദീൻ്റെ കൂടെ. ആ തുടക്കം കാണുന്നത് എനിക്ക് ആ പടം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് ഇത് അറിയായിരുന്നു ഇത് വമ്പം ഒരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമൊക്കെ അടിപൊളി ഫ്രെയിമാണ്. BG ആയിക്കോട്ടെ, പിന്നെ ഡയലോഗ് പോർഷൻ എല്ലാം നമുക്ക് ഇപ്പം നമ്മൾ ആ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് മിക്ക ആൾക്കാർക്ക് അറിയാത്തതാവും. എന്നുവെച്ചാൽ ആ ഒരു സർക്കാരിനെ നമുക്ക് അന്നൊക്കെ നല്ല ഇതായിരുന്നു. നമ്മുടെ പാർട്ടി മറ്റേതാണെന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചുള്ള കഥ തന്നെയാണ്. അത് ആ സ്പേസ് ചെയ്തിട്ട് തന്നെ പോകുന്നത്. എന്നുവെച്ചാൽ അത് ഒരു മകൻ്റെ ധർമ്മമാണല്ലോ. നമ്മുടെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിന്തുണയിൽ ഇതാക്കണം. ആ ഒരു മകൻ്റെ ധർമ്മമാണ് ചാണ്ടിയമ്മൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനത്തെ നല്ല അടിപൊളി പെർഫോമൻസ് ഉണ്ട്. എല്ലാവരും ഭംഗിയായിട്ടുണ്ട്. തിയേറ്ററിലെ ഫ്രെയിമൊക്കെ കാണാണ്. പക്കാ ഫ്രെയിം നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു പടം. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. ആരും മിസ് ചെയ്യരുത്. ഏകദേശം അത്രേ പറയുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു ഫിലിം, ഒരു അച്ഛൻ്റെയും മകൻ്റെയും നല്ല ഭംഗിയുള്ളൊരു, അത് അങ്ങനത്തെ ഒരു പാർട്ടിയായിരുന്നു നമുക്കും വേണ്ടത്. അപ്പോൾ അതുമാതിരി ഉള്ളൊരു പാർട്ടി ചിലപ്പോൾ ഇനി ഉണ്ടായിക്കൊള്ളാമെന്നില്ല. അപ്പോൾ നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് ഒരുപാട് ശത്രുക്കളും ഉണ്ടാവും, മിത്രങ്ങളും ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളിൽ ഇടപെട്ട ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ കാണണം കേട്ടോ. അത് അടിപൊളി സാധനമാണ്. നിവിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് നിവിൻ പോളിൻ്റെ. നമ്മുടെ ചങ്കാണ്, എന്തായാലും പറഞ്ഞേക്കാം കേട്ടോ. അടിപൊളിയുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഹാപ്പി, സൂപ്പർ ക്രൗഡ്, നല്ല എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല ഹാപ്പിയാണ്. അതെ ഇതുവരെ ചെയ്യാത്തതൊക്കെ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലൊരു ഹെവി ഡ്യൂട്ടി പരിപാടിയായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ ഒബ്വിയസ്ലി വന്നിട്ട് സിനിമ കാണാം. ബിക്കോസ് ഇതൊരു പൊളിറ്റിക്കൽ ഫാമിലിയുള്ളൊരു ഡ്രാമയും ഒരു ഫാമിലിയുള്ളൊരു ഡ്രാമ എല്ലാത്തിൻ്റെ ഒരു മിക്സ് മാച്ചുള്ളൊരു സംഭവമാണ്. അഗൈൻ നിവിൻ്റെ
വണ്ടർഫുൾ പെർഫോമൻസ് കാണാം, എത്ര ലൈക്ക് എല്ലാവരുടെയും നല്ല പെർഫോമൻസസ് കാണാം. ഐ ഹോപ്പ് എവറിബഡി കംസ് ടു തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്. ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്തൊരു ആളുടെ കൂടെ ആയിരുന്നു ഞാൻ ഫ്രെയിം ഷെയർ ചെയ്തത്. തിങ്കിങ് ഐ കൂടെ എനിക്ക് അങ്ങനത്തെ സ്പേസ് പോലും കിട്ടിയത്. സൂപ്പർ ഹാപ്പി. സാറിന് അത്ര വയ്യായിട്ടും ലൈക്ക് സാർ അവിടെ ഉണ്ടായിരുന്നത് വാസ് ലൈക്ക് ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്. എനിക്ക് ആക്ച്വലി സിനിമ ഇഷ്ടമായി. ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് എല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടി, ബിക്കോസ് നിവിൻ്റെ പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫുൾ തിങ് ഇസ് ദെയർ ഇൻ ദ സിനിമ. അത് പറയുന്ന പോലെ ഇതൊരു ഫാമിലി പൊളിറ്റിക്കൽ ഡ്രാമ ആയതുകൊണ്ടും നിവിൻ ഹാസ് ഡൺ an incredible job in this. And then obviously എല്ലാവരും നമുക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല ഈ പടം പോകുന്നത്. വേറെ സ്റ്റൈൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ബി ഉണ്ണികൃഷ്ണന്റെ പൊളിറ്റിക്സ് ഒക്കെ വെച്ചിട്ട് പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഈ സിനിമയിൽ ഉണ്ടാവാം എന്നുള്ള ആരോപണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം. പക്ഷെ ആ രീതിയിലുള്ള ഡിഫറെന്റ് ഒരു ജോണറിലാണ് ഈ പടം പോകുന്നത്. What do you think? പ്രൊപ്പഗാൻഡ വൈസ് അല്ല, ഒരു പൊളിറ്റിക്കൽ ഫാമിലി, ഫോർ ഷുവർ പൊളിറ്റിക്കൽ ഫാമിലിനെ കാണിക്കുന്നത്, പൊളിറ്റിക്കൽ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ സബ്ജക്റ്റ് ഫാമിലി റിലേഷൻഷിപ്സ് ആണ്. ഈ പൊളിറ്റിക്കൽ ഫാമിലിയുടെ അകത്തുള്ള സംഭവങ്ങൾ. സോറി. But I hope it was nice. എല്ലാവരും, as usual, please come to theatres.